നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. കുരിശുമരണത്തിന്റെ സ്മരണയിൽ ദുഃഖവെള്ളി ആചരണം. ദൈവാലയങ്ങളിൽ പീഠാനുഭവ വായനയും കുരിശിന്റെ വഴിയും. കുരിശുമല കയറാൻ വിശ്വാസി സമൂഹം. അപ്പർ കുട്ടനാടൻ മേഖലയിൽ നിന്നും താറാവ് കൃഷി അപ്രത്യക്ഷമാകുന്നു. പക്ഷിപ്പനിയും താറാവ് തീറ്റയുടെ വില വർധനയും വില്ലനാകുന്നു. കർഷകർ പാലക്കാടൻ ജില്ലയിലേക്ക്. വാഴൂർ ശാസ്താംകാവ് വലിയ തോടിന് സമീപം 1.5 ഏക്കർ സ്ഥലം തീപിടിച്ച് കത്തിനശിച്ചു. 300 റബ്ബർ മരങ്ങളും കൃഷിയും പൂർണ്ണമായി കത്തിപ്പോയി. സമീപത്തെ 110 kV ലൈനിൽ നിന്നുള്ള സ്പാർക്ക് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്ന് സ്ഥലം ഉടമ. വാർത്തകൾ വിശദമായി. ക്രിസ്തുദേവന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് ദുഃഖവെള്ളി ആചരിച്ചു. ഇതോടനുബന്ധിച്ച് ദൈവാലയങ്ങളിൽ പീഠാനുഭവ വായനയും കുരിശിന്റെ വഴിയും നടന്നു. പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം കുരിശുമല കയറ്റവും നടന്നു. യേശുദേവന്റെ കുരിശുമരണത്തെ അനുസ്മരിക്കുന്ന ദുഃഖവെള്ളിയാഴ്ച ദേവാലയങ്ങളിൽ പീഠാനുഭവ വായനയും കയ്പുനീർ വിതരണവും പ്രത്യേക തിരുക്കർമ്മങ്ങളും നടന്നു. രാവിലെ മുതൽ തീർത്ഥാടന കേന്ദ്രങ്ങളായ അരുവിത്തുറ, വല്ലിച്ചൻമല, വാഗമൺ, കുരിശുമല എന്നിവിടങ്ങളിലേക്ക് വൻ ഭക്തജന പ്രവാഹമാണ് അനുഭവപ്പെട്ടത്. ഒറ്റയ്ക്കും ചെറു സംഘങ്ങളായും വിശ്വാസികൾ കുരിശിന്റെ വഴി പ്രാർത്ഥനകളുമായി മലമുകളിലേക്ക് തീർത്ഥാടനം നടത്തി. അരുവിത്തുറ സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ ജപമാല പ്രദക്ഷിണത്തോടെ ആരംഭിച്ച് മലയടിവാരത്തുനിന്നും സ്ലീവാപാതയായി വല്ലിച്ചൻമലയിലെത്തി. മുകളിൽ രാവിലെ മുതൽ നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ആന്റണി MP, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് തുടങ്ങിയവരും വിശ്വാസികൾക്കൊപ്പം സ്ലീവാപാതയിൽ പങ്കാളികളായി. ശനിയാഴ്ച ദേവാലയങ്ങളിൽ പുത്തൻ വെള്ളവും പുത്തൻ തീയും വെഞ്ചരിക്കും. യേശുവിന്റെ ഉത്ഥാനത്തെ അനുസ്മരിച്ച് ഞായറാഴ്ച ഉയിർപ്പ് തിരുനാൾ ആഘോഷിക്കും. ഇതോടെ വലിയ നോമ്പിനും സമാപനമാകും. ന്യൂസ് ബ്യൂറോ, പാലാ. കാനം കാഞ്ഞിരപ്പാറ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. കുരിശിന്റെ വഴിയിൽ വിശ്വാസി സമൂഹം ഒന്നടങ്കം പങ്കുചേർന്നു. കാനം കാഞ്ഞിരപ്പാറ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ ദുഃഖവെള്ളി സ്മരണ പുതുക്കി. രാവിലെ പള്ളിയിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി മൂലപ്പീടിക വഴി തിരികെ പള്ളിയിൽ സമാപിച്ചു. 100 കണക്കിന് ഇടവക അംഗങ്ങൾ കുരിശുമേന്തി കുരിശിന്റെ വഴി സ്മരണയിൽ പങ്കെടുത്തു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ എബ്രഹാം കാളിയത്ത്, ഇടവക സെക്രട്ടറി ബിജു വെങ്ങക്കൽ, KR സാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉയിർപ്പ് തിരുനാൾ കർമ്മങ്ങൾക്ക് ശനിയാഴ്ച വൈകിട്ട് 8-ന് ആരംഭമാകും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കുടമാളൂർ പള്ളിയിലെ നീന്തുനേർച്ച ഭക്തിസാന്ദ്രം. 100 കണക്കിന് ആളുകളാണ് നീന്തുനേർച്ചയ്ക്ക് പങ്കുചേരുന്നത്. കുടമാളൂർ പള്ളിയിലെ നീന്തുനേർച്ചയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം. വ്യാഴാഴ്ചയാണ് നീന്തുനേർച്ച ആരംഭിച്ചത്. പള്ളിയുടെ കൽക്കുരിശിന് മുൻപിൽ നിന്നാണ് നീന്തുനേർച്ച ആരംഭിക്കുന്നത്. മാതാവിന്റെ അരികിലേക്ക് മുട്ടിൽ നീന്തി വരുന്നതാണ് നേർച്ച കൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യാഴാഴ്ച പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ആർച്ച് പ്രീസ്റ്റ് മാണി പുതിയിടം ആദ്യ മുട്ടിൽ നീന്തി നേർച്ച ചടങ്ങുകൾക്ക് തുടക്കമിട്ടു. നാനാജാതി മതസ്ഥരാണ് നീന്തുനേർച്ചയിൽ പങ്കെടുക്കുന്നത്. പെസഹായുടെ ഭാഗമായി നടന്ന തിരുകർമ്മങ്ങളിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് ആർച്ച് പ്രീസ്റ്റ് ഫാദർ മാണി പുതിയിടം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിന്റെ വഴി നടന്നു. പീഠാനുഭവ തിരുകർമ്മങ്ങൾക്ക് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച വെളുപ്പിന് ഉയിർത്ത് തിരുനാൾ തിരുകർമ്മങ്ങൾ നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിലെ അപ്പർ കുട്ടനാടൻ മേഖലയിൽ നിന്നും താറാവ് കൃഷി മറ്റ് ജില്ലകളിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു. പക്ഷിപ്പനിയും താറാവ് തീറ്റയുടെ വിലവർധനയും മൂലം പലരും താറാവ് കൃഷി ഉപേക്ഷിക്കുമ്പോൾ മറ്റു ചില കർഷകർ താറാവ് കൃഷി പാലക്കാട് ജില്ലയിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഒരുങ്ങുന്നത്. പക്ഷിപ്പനി തുടർച്ചയായി വന്നതോടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് താറാവ് കർഷകർ പാലക്കാട്ടേക്ക് ചേക്കേറുന്നു. ആർപ്പൂക്കര, ഐമനം, കുമരകം, വെച്ചൂർ, തലയാഴം എന്നീ അപ്പർ കുട്ടനാടൻ മേഖലകളിലെ പാടങ്ങളിൽ താറാവ് കൃഷി വ്യാപകമായിരുന്നു. ഇവിടെ പക്ഷിപ്പനി തുടർച്ചയായി വന്നതുമൂലം താറാവുകളെ കൂട്ടത്തോടെ കൊല്ലേണ്ടി വന്നു. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം താറാവ് കർഷകർക്ക് കിട്ടിയതുമില്ല. തോടുകളും ജലാശയങ്ങളും ആഴം കുറഞ്ഞതുമൂലം വെള്ളമഴുക്കാകുകയും രോഗബാധയ്ക്ക് കാരണമാകുന്നതായി കർഷകർ പറയുന്നു. താറാവ് കൃഷി ഇവിടെ പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും ഉണ്ടാകുന്നില്ലെന്ന് പരിസ്ഥിതി കർഷക കോൺഗ്രസ് സെക്രട്ടറി എബി ഐപ്പ് ആരോപിച്ചു. ഇന്ന് നമ്മുടെ ഈ പറയുന്ന വേമ്പനാട്ട് കായലിൽ ഉൾപ്പെടെ വേമ്പനാട്ട് കായലും അതിൻ്റെ കൈത്തോടുകളിലും ശുദ്ധജലത്തിൻ്റെ ഒഴുക്ക് നിലച്ചതുമൂലം വലിയ തോതിൽ മലിനീകരണം സംഭവിച്ചിരിക്കുന്നു.
ഇതുമൂലമാണ് തുടർച്ചയായി താറാവുകളിൽ രോഗം കണ്ടെത്തുന്നത് എന്നുള്ള ഒരു ധാരണ ഇവിടുത്തെ കർഷകരിൽ പരന്നതിൻ്റെ ഫലമായി ഈ അപ്പർ കുട്ടനാടൻ മേഖല, കേരളത്തിലെ ഏറ്റവും അധികം താറാവ് കൃഷി നടന്നുകൊണ്ടിരുന്ന ഈ മേഖലയിൽ നിന്നും ഈ കൃഷി പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതീവ ഗൗരവകരമായൊരു വിഷയമാണ്. പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിലുമുള്ള പാടശേഖരങ്ങളിലേക്ക് ഇവിടെ നിന്ന് ലോറികളിൽ താറാവുകളെ കൊണ്ടുപോകുകയാണ്. അവിടെ ഇവയെ വളർത്താനുള്ള തീറ്റയും മറ്റു കാര്യങ്ങളും കുറഞ്ഞ ചിലവിൽ കിട്ടുമെന്നതും കർഷകരെ ആകർഷിക്കുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. അതിനാൽ കേരളത്തിൽ മുട്ടയ്ക്ക് ലഭ്യത കുറഞ്ഞു. മുട്ടയുടെ വില 12 മുതൽ 15 വരെയായി. സർക്കാർ സഹായം കിട്ടാത്തതിനാൽ താറാവ് കൃഷി ഉപേക്ഷിച്ചവരുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാഴൂർ ശാസ്താംകാവിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ 1.5 ഏക്കർ സ്ഥലത്ത് തീപിടുത്തമുണ്ടായി. വൻ നാശനഷ്ടം. 300 റബ്ബർ തൈകൾ കരിഞ്ഞുപോയി. കൃഷിയും കത്തിനശിച്ചു. 110 kV ലൈനിൽ നിന്നുള്ള സ്പാർക്ക് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്ന് സ്ഥലം ഉടമ പറയുന്നു. വാഴൂർ 19-ാം മൈൽ ചെന്നാക്കുന്ന് റൂട്ടിൽ ശാസ്താംകാവിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ 1.5 ഏക്കർ റബ്ബർ തോട്ടം കത്തിനശിച്ചു. മൂഴിയിൽ MA അഗസ്റ്റിന്റെ സ്ഥലമാണ് കഴിഞ്ഞ ദിവസം പൂർണ്ണമായി കത്തിനശിച്ചത്. 3 വർഷം പ്രായമുള്ള 300 റബ്ബർ മരങ്ങൾ കരിഞ്ഞുപോയി. കൂടാതെ ഇടവിളയായി ചെയ്തിരുന്ന ചേമ്പ്, ചേന, കാച്ചിൽ, ചീമപ്പോത എന്നിവയെല്ലാം കത്തിനശിച്ചു. KSEBയുടെ 110 kV ലൈൻ ഈ തോട്ടത്തിന് നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. 110 kV ലൈനിൽ നിന്നുള്ള തീ സ്പാർക്ക് ചെയ്തതാണ് തോട്ടം കത്തി നശിച്ചതെന്നും 20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും അഗസ്റ്റിൻ പറയുന്നു. എൻ്റെ പേര് MA അഗസ്റ്റിൻ, മോൻസൺ എന്ന് വിളിക്കുന്നു. എൻ്റെ ഉടമസ്ഥയിലുള്ള 1.5 ഏക്കർ സ്ഥലത്തെ 3-ാം വർഷം പ്രായമായ റബ്ബർ തൈകളും മറ്റിനങ്ങൾ ചേമ്പ്, ചേന, കാച്ചിൽ, കപ്പ, ചീമപ്പോത, 1/2 ഏക്കർ സ്ഥലത്തെ ചീമപ്പോത എന്നിവ 110 kV ലൈനിൻ്റെ കീഴിലാണ് എൻ്റെ ഈ സ്ഥലം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് സ്പാർക്ക് ചെയ്താണ് ഇവിടെ ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് 20 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാരത്തുക ലഭിക്കുന്നതിനായി അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നും സ്ഥല ഉടമ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് കോട്ടയം ജില്ലയിൽ സ്വീകരണം നൽകി. കോട്ടയം, പാല എന്നിവിടങ്ങളിലാണ് സ്വീകരണം നൽകിയത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന വിശ്വകർമ്മ ജനമുന്നേറ്റ യാത്രയ്ക്ക് കോട്ടയം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. സാമൂഹിക നീതി, അവസര സമത്വം, ഭരണ പങ്കാളിത്തം, വിശ്വകർമ്മ ദിനം സമ്പൂർണ്ണ അവധിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന പ്രസിഡന്റ് TR മധുവിന്റെ നേതൃത്വത്തിൽ ജനമുന്നേറ്റ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. പാലായിൽ എത്തിച്ചേർന്ന യാത്രയ്ക്ക് VS മീനച്ചിൽ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. കോട്ടയത്ത് തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് മൈതാനത്തായിരുന്നു സ്വീകരണം. അഡ്വക്കേറ്റ് ദീപു സ്വീകരണം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് PG ചന്ദ്രബാബു, ജില്ലാ പ്രസിഡന്റ് ബിനു പുള്ളിവേലിൽ, VP കൃഷ്ണൻകുട്ടി, ദീപ രാജേന്ദ്രൻ, ജാഥ വൈസ് ക്യാപ്റ്റൻ വിനോദ് തച്ചുവേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വിശ്വകർമ്മരുടെ ശബ്ദം സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണെന്ന് ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് TR മധു പറഞ്ഞു. ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം 56 കൊല്ലമായി. ഈ 56 കൊല്ല കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണ്. അതായത് ഏറ്റവും വലിയ പ്രത്യേകത. എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ ഭരണഘടന അനുശാസിക്കുന്ന തുല്യനീതി, തുല്യാവകാശം നമ്മൾക്കും വേണം, നമ്മൾക്കും നേടിയെടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കണം. തുല്യനീതി, തുല്യാവകാശം എന്ന് പറയുന്നത് ഇവിടെ വിശ്വകർമ്മർക്ക് കൊടുക്കണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ രാഷ്ട്രീയ കേരളത്തിനറിയാം, ജനാധിപത്യ കേരളത്തിനറിയാം. പക്ഷെ അവരൊന്നും ആ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ചരിത്രത്തിലാദ്യമായി പവന് 50,000 രൂപ കടന്നു. പവന് 50,400 രൂപയാണിപ്പോൾ. 1 ഗ്രാമിന് 6,300 രൂപയാണ് പുതിയ വില. രാജ്യാന്തര വിപണിയിലെ വില വർധനയാണ് കേരളത്തിലും വില കൂടാൻ കാരണം. കോട്ടയത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ദേശാഭിമാനി സ്പെഷ്യൽ കറസ്പോണ്ടന്റുമായിരുന്ന ബിജി കുര്യൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വസതിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കുരോപ്പട എടക്കാട്ടുകുന്ന് സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. നെടുങ്കുന്നം പുത്തൻപുരയ്ക്കൽ CP സുകുമാരപിള്ള നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അറിയിപ്പ്.
KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഡീൻ, സിനിമാറ്റോഗ്രാഫിയിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷനിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, ഓഡിയോഗ്രഫിയിൽ പ്രൊഫസർ എന്നീ തസ്തികകളിൽ ഓരോ ഒഴിവുകളാണുള്ളത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 8 പകൽ 11 ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തണം. യൂണിറ്റി ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി AKJM സ്കൂളിൽ മൈതാനിയിൽ ഏപ്രിൽ-മെയ് മാസങ്ങളിൽ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് നടത്തുന്നു. 5 മുതൽ 19 വയസ്സ് വരെ ഉള്ളവർക്ക് പങ്കെടുക്കാം. രജിസ്ട്രേഷൻ ഫോൺ 7034781230. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുരിശുമരണത്തിന്റെ സ്മരണയിൽ ദുഃഖവെള്ളി ആചരണം. ദൈവാലയങ്ങളിൽ പീഠാനുഭവ വായനയും കുരിശിന്റെ വഴിയും. കുരിശുമല കയറാൻ വിശ്വാസി സമൂഹം. അപ്പർ കുട്ടനാടൻ മേഖലയിൽ നിന്നും താറാവ് കൃഷി അപ്രത്യക്ഷമാകുന്നു. പക്ഷിപ്പനിയും താറാവ് തീറ്റയുടെ വില വർധനയും വില്ലനാകുന്നു. കർഷകർ പാലക്കാടൻ ജില്ലയിലേക്ക്. വാഴൂർ ശാസ്താംകാവ് വലിയ തോടിന് സമീപം 1.5 ഏക്കർ സ്ഥലം തീപിടിച്ച് കത്തിനശിച്ചു. 300 റബ്ബർ മരങ്ങളും കൃഷിയും പൂർണ്ണമായി കത്തിപ്പോയി. സമീപത്തെ 110 kV ലൈനിൽ നിന്നുള്ള സ്പാർക്ക് മൂലമാണ് തീപിടുത്തമുണ്ടായതെന്ന് സ്ഥലം ഉടമ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.